ഉരുളക്കിഴങ്ങും കടലപ്പൊടിയും മാത്രം ചേർത്ത് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നു. അപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഒരു അരക്കപ്പ് കടലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ അരക്കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ബാറ്റർ ലൂസായിട്ടാണുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഒന്നിച്ചിട്ട് കൊടുത്താൽ ഇത് എത്ര ആവശ്യമുണ്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്, കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടി. എന്നിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ചൂടുള്ള വെളിച്ചെണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് കൈക്ക് ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ വേണ്ടി പറ്റും. ആദ്യം ചേർത്ത കടലപ്പൊടി മതിയായില്ല, പിന്നെയും കുറച്ചുകൂടി കടലപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി കൂടി ചേർത്താൽ ക്രിസ്പി ആയി കിട്ടും. ഞാൻ ഇന്ന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, എൻ്റെ കയ്യിലിപ്പോൾ അരിപ്പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ ടൈറ്റ് ആകാൻ വേണ്ടി കുറച്ചും കൂടി കടലപ്പൊടി ചേർത്ത് കൊടുത്തു. ഏകദേശം 2 കപ്പ് കടലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ കൈക്കാക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ച് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ഇനി നമുക്കിത് നമ്മൾ ഇടിയപ്പം ഒക്കെ ആക്കുന്ന അതിൻ്റെ ആ സേവനാഴിയിലെ ഈ അച്ച് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിതൊന്ന് കറക്കിയിട്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ സ്നാക്സ് വേഗം തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിൽ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ ചെറിയ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് എണ്ണ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്പൂണ് കൊണ്ട് മറുഭാഗവും കൂടി ഇളക്കിയിട്ട് കൊടുത്താൽ ഇത് നന്നായി മൂത്ത് വരുന്ന സമയത്തൊരു ഇളം ബ്രൗൺ കളറാവുന്ന സമയം വാങ്ങിയെടുക്കാം. നല്ല ക്രിസ്പിയാണ്. പിന്നെ നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാനും പറ്റും. ഇതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള കടലപ്പൊടിയും പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് മാത്രമാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഒരു അരിപ്പക്കയിലേക്ക് കോരിയെടുക്കുകയാണ്. നമുക്ക് കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ ഇതിലേക്കൂടെ നമുക്കിത് എണ്ണയൊക്കെ പോയി കിട്ടും. അപ്പോൾ ബാക്കിയും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്ന് ഇവിടെ മോളെ കുട്ടികൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒന്ന് അവർക്ക് കഴിക്കാൻ വേണ്ടി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അവർക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ. അപ്പോൾ കാണുന്നില്ലേ, നല്ല കളറ് ആയ സമയത്ത് ഇതേപോലെ കോരിയെടുത്തിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ക്രിസ്പിയായ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തയ്യാറാക്കി നോക്കണം. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം. താങ്ക് യു.